ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സനാസ് റെസിപ്പീസ്. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഈ സനാസ് റെസിപ്പീസ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം പഴുത്ത് പോവാത്ത ഇതുപോലത്തെ പരുവത്തിലുള്ള ഏത്തപ്പഴമാണ് വേണ്ടത്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ അതിൻ്റെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ വരഞ്ഞു കൊടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കേട്ടോ, ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്, എങ്കിലും നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ഏത്തപ്പഴവും നമുക്കിതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ഇതെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതില്ല എങ്കിൽ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്ത് നട്ട്സ് ആണോ ഉള്ളത് അതിട്ട് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നട്ട്സ് ഒന്നും ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നേരിട്ട് പഴം ചേർത്ത് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉള്ളതുകൊണ്ട് ഞാനത് ചേർത്തിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയും പഴവും കൂടി ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ ആ പഞ്ചസാരയുടെ വെള്ളമെല്ലാം അതിലേക്ക് ഇറങ്ങിയിട്ട് ഇതൊന്ന് വേവാൻ തുടങ്ങും. ഈ പഴം ഒന്ന് വെന്ത് വരാനായിട്ട് തുടങ്ങും. അതിൻ്റെ കളറെല്ലാം മാറിയിട്ട് നല്ലൊരു യെല്ലോ കളറിലേക്ക് അത് മാറിയിട്ടുണ്ടാവും. കണ്ടോ, ഈ ഒരു അവസ്ഥയിലേക്ക് അത് മാറും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതാണിത്. ഇതൊരു 3 ഏലക്കായ പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ചുക്ക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചുക്കിൻ്റെ പൊടിയാണ്. ഡ്രൈ ജിഞ്ചർ പൗഡർ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചുക്കുപൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇട്ടാൽ അതിൻ്റെ ഫ്ലേവർ നല്ലതായിരിക്കും. അതിഷ്ടമില്ലാത്തവർ അത് ഇടണമെന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴം ഒന്ന് വെന്ത് കിട്ടണം. നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കണം. റവയും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് നല്ലൊരു കുഴഞ്ഞൊരു പരുവമായിട്ടുണ്ട്. നമ്മുടെ ഏത്തപ്പഴം എല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇതൊരു 1/4 ഭാഗത്തോളം ഏത്തപ്പഴം വെന്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ റവയുടെ ഒരു പച്ചക്കുത്തെല്ലാം ഒന്ന് മാറണം. അപ്പോൾ ഇത് വറുത്ത റവയായിരുന്നു. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ പാല് ചേർത്തിട്ടുണ്ട്. വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി പാലുകൂടി ചേർത്തിട്ട് ഇനി ഇത് പാലും പഴവും അതുപോലെ റവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വെന്ത് ഒരു കുഴഞ്ഞൊരു പരുവത്തിലേക്ക് മാറണം. ഇപ്പം ഞാൻ ഫ്ലെയിം വളരെ കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇത് ഇതുപോലെ ആവും. അപ്പം നന്നായിട്ടൊന്ന് കുഴഞ്ഞ് ഈ ഒരു പരുവത്തിൽ വിട്ട് കിട്ടണം. നമ്മുടെ പാത്രത്തിൽ നിന്ന്, ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിട്ടുള്ളത്, ആ പാത്രത്തിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വിട്ട് കിട്ടുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെറു തീയിൽ കിടന്നിട്ടാണ് ഇത് വെന്തിട്ടുള്ളത്. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. കാര്യം പഴം ആയതിൻ്റെ പേരിൽ ഇത് പെട്ടെന്ന് വെന്ത് പോകാനും അതുപോലെ തന്നെ അടിക്ക് പിടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലെയിം വളരെ കുറച്ച് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റാം. വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. നമുക്കിനി ഇത് ബോളുകളാക്കി ഉരുട്ടിയെടുക്കാനുള്ളതാണ്.
അപ്പോൾ കയ്യിൽ പറ്റുന്നത്ര ചൂടിൽ നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റാം. കേട്ടോ, ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ബനാന ബോൾ എന്നുള്ള പേരിലാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതുപോലെ എല്ലാം ഈ ഒരു ഷേപ്പിലേക്ക് ഉരുട്ടി നമുക്ക് മാറ്റിയെടുക്കാം. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ലഡു പോലെയൊക്കെ തോന്നും. കണ്ടോ, ഇതിപ്പോൾ എല്ലാം ഞാനിത് ഇപ്പോൾ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഒരല്പം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതൊരു ചെറുതായിട്ടൊന്നൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇപ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഇതിന് ആവശ്യമില്ല. കാര്യം ഇത് ഓൾറെഡി വെന്തിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ ഇത് ചെറുതുപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറ്റാം. കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പഴമായതിൻ്റെ പേരിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഇതെല്ലാം ഇപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി ഇതെടുത്തിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബനാന ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കെല്ലാം വൈകിട്ട് കൊടുക്കാൻ നല്ലൊരു സ്നാക്കാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതിൻ്റെ മേളിൽ കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങ ചിരകിയതൊന്ന് വിതറി കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. തേങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you.